ഗായ്സ് ഇതാ നമ്മൾ റാണിപുരത്ത് എത്തിയിട്ടുണ്ട്. റാണിപുരം ഹിൽ വേ ട്രക്ക് ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്തിയതാണ്. കണ്ടോ റാണിപുരം അടിപൊളി. ഇവിടുന്ന് ഹിൽ ടോപ്പിലേക്ക് നമ്മൾ എത്തും. ഇതുവഴി ഒരു ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇക്കോ ടൂറിസത്തിലേക്ക് നമ്മളൊക്കെ ഇത് അടിപൊളിയാണ്. നേരേക്കൊന്ന് റൈഡ് തുടങ്ങാം അല്ലേ. ഇതാണ്ടോ ദൂരെ മല, ആ മല പിന്നെ ഇങ്ങനെ പോവും. ഇങ്ങനെയാണ് കയറിയത് കേട്ടോ. നമുക്ക് എന്നാൽ പിന്നെ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മേലേക്ക് കയറാം. ആ മല കയറണം. ഇതുവഴിയാണ് കയറണം. നമുക്ക് ഇവരോട് ചോദിക്കാം അതെങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓക്കെ, ഇതാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്ന് മുകളിലോട്ട് കയറുകയാണ്. അഡ്വഞ്ചർ ട്രിപ്പാണ്. ഇതുവഴി കുറേ കയറണം ഈ കാട്ടിൽ കൂടെ. പക്ഷെ ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-2.5 കിലോമീറ്ററോളം നമ്മൾ മുകളിലോട്ട് കയറണം. റാണിപുരം ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റിൽ കൂടെയുള്ള അഡ്വഞ്ചർ ട്രിപ്പാണ്. അങ്ങനെ നമ്മളതാ ഏതാണ്ടൊരു 100-200 മീറ്റർ ഞാൻ തളർന്നു തുടങ്ങി. ചോരപ്പാലി എന്ന് പറഞ്ഞൊരു മരം കേട്ടത്. ഈ യാത്രയിൽ പല സസ്യങ്ങളെയും അതുപോലെ തന്നെ മരങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്ന പോലെയും കൂടെ തോന്നുന്നുണ്ട്. അതായത് എക്കോ ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് റാണിപുരം മാറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഊട്ടിയാണ്, കേരളത്തിൻ്റെ ഊട്ടിയാണ്. പക്ഷേ ഊട്ടി പൂർണ്ണമായിട്ടൊരു എക്കോ ടൂറിസം ലൊക്കേഷനല്ല, അതൊരു ഹിൽ സ്റ്റേഷൻ മാത്രമാണ്. പക്ഷേ ഇത് ഹിൽ സ്റ്റേഷൻ പ്ലസ് ഒരു ഇക്കോ ടൂറിസം എന്ന നിലക്കാണ് ഈ ഒരു റാണിപുരം സ്പോട്ട് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അത് അങ്ങനെ ആവണം ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം വനത്തിൽ കൂടെ ഒരു യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ചെറുതായ രീതിയിൽ റാണിപുരം ഈ ഒരു ട്രെക്കിങ് ഉപകാരപ്പെടും. അതാ നമ്മളെ കാടിനകത്തുനിന്ന് ഇപ്പോൾ നമ്മളൊരു തുറസായ ഗ്രാസ് ലാൻഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി തുടർച്ചയായി ഗ്രാസ് ലാൻഡ് എത്തി. ഇതിൽ കൂടെ നമ്മൾ പോവാണ്. ഗ്രാസ് ലാൻഡ് ഉണ്ടോ, ഇതൊക്കെ ഞാൻ പണ്ട് 20 വർഷം മുമ്പ് വന്നാണ്. അന്ന് ഇവിടെ കുറച്ചുകൂടെ നല്ല ഗ്രാസ് ഉണ്ടായിരുന്നു. ഇപ്പം ഗ്രാസ് കുറവാണ്. ഗ്രാസ് ഇതിപ്പം വേനൽക്കാലം ആരംഭിക്കുന്നുണ്ടാകുന്നു. പച്ചിപ്പ് കുറച്ച് കുറവുണ്ട്. നമുക്കിനി ഇതുവഴി പോയി ഒരു മൊട്ടക്കുന്നിലെത്തണം. എന്നാൽ മൊട്ടക്കുന്നിലെത്തി കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡ് ജില്ലയുടെ 25% കാണും. ഇത് കണ്ടോ, ഇനി അതുവഴി ഇങ്ങനെ കയറി അങ്ങനെ ആ മുകളിലത് അവിടെ മൊട്ടക്കുന്ന്, അവിടെ നിന്ന് കയറി അപ്പുറത്തെയാണ് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സൂചനാ ബോർഡുണ്ട്. അതിൽ കർണാടക വനമേഖല അതാ ആ പ്രദേശമാണ് കർണാടക വനമേഖല. അവിടെയാണ്
നേരെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് കേരള വനമേഖല. നമുക്ക് കേരള വനമേഖലയിലേക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, കർണാടകയിലേക്കില്ല. കർണാടക മൊട്ടക്കുന്ന, കർണാടകയുടെ സൈഡ് കുറേ കൂടെ രസമുണ്ട് കാണാൻ. കല്ലൊക്കെ ഇളകിയിരിക്കുന്നുണ്ട്, ചവിട്ടുമ്പോൾ സൂക്ഷിക്കണം. ഇതായി ഇതാണ് കേട്ടോ, ഇതാണ് റാണിപുരത്തിൻ്റെ സൗന്ദര്യം. നമ്മൾ ശരിക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ചേ ഉള്ളൂ കേട്ടോ. നേരത്തെ ഒരു ചെറിയൊരു ലൊക്കേഷനായിരുന്നു. അതല്ല, നമ്മളിപ്പം മൊട്ടക്കുന്നിലേക്ക് നടക്കുകയാണ്. വീണ്ടും ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുകയാണ്. കണ്ടില്ലേ, സുന്ദരമായ, കേൾക്കുന്നുണ്ടോ ഈ വീടിൻ്റെ കരച്ചിൽ? ഇപ്പം ഏകദേശം 11 മണിയായി. 11 മണിയായിട്ടും ഇവിടെ നല്ലൊരു തണുപ്പുണ്ട്. വെയിലിൻ്റെ ചൂട് അത്രയ്ക്ക് അനുഭവിക്കുന്നില്ല, പക്ഷേ വെയിൽ നല്ലോണം ഉണ്ട് താനും. ഇവിടെ നല്ല ചീവീടിൻ്റെ കരച്ചിൽ കാടിനുള്ളിൽ ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ വെയിൽ തലിനേക്കാൾ രാവിലെ ചെന്നതാണ് നല്ലത് ശരിക്കും. ഇതാ ഇവിടുത്തെ 2 വഴിയുണ്ട്. ഒന്ന് അതിലേ കയറാം, ഒന്ന് ഇതിലേയും കയറാം. ഇവിടുന്ന് ഈ വഴിയാണ് പോകുന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാം കുറച്ച് സമയം. രണ്ടായാലും മുട്ടക്കുന്നിലെത്തും. അതാ അവിടെയാ ഉണ്ടോ ആ മുട്ടക്കുന്ന് ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, പിന്നെ അപ്പുറത്തായിരിക്കും സൈഡിൽ കൂടെ പോയി ഒന്ന് കിട്ടും. അങ്ങനെ 2 മുട്ടക്കുന്നിലൂടെയാണ് നമുക്കുള്ളത്. ഏതെങ്കിലും ഒന്നിലേക്ക് നമുക്ക് പോവാം. നോക്കട്ടെ കൂടുതൽ ആളുകൾ അങ്ങോട്ടാണ് പോകുന്നത് നോക്കിയിട്ട് നമുക്ക് പോകാം. ഗൈസ്, നമ്മൾ ഹിൽ ടോപ്പിൽ എത്താറായി. നോക്കൂ, ഇത് ഹിൽ ടോപ്പിലായി. നമ്മൾ ഓൾമോസ്റ്റ് 2-2.5 കിലോമീറ്ററോളം കവർ ചെയ്ത്. ഇനി ഹിൽ ടോപ്പ് അതാ അവിടെ കേട്ടോ, ഇതവിടെ ഏകദേശം ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഇവിടെ ഉണ്ടാവും കേട്ടോ. അവിടെയാണ് ഹിൽ ടോപ്പ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് താഴ്വാരമൊക്കെ കാണാം. നല്ല വസന്തകാലത്തിൻ്റെ വരവേൽക്കാനായി പൂത്തെളിഞ്ഞ് നിൽക്കുന്ന കാട്. പിന്നെ ഇവിടെ നന്നായി ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ആ മൊട്ടക്കുന്നിലേക്ക് എത്തിയ നമ്മുടെ മിഷൻ സക്സസ്. ഗായ്സ്, നമ്മളെ ഏതാണ്ട് 99% കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് ആ മൊട്ടക്കുന്ന് മാത്രമാണ് ബാക്കിയുള്ളത്. ആ മൊട്ടക്കുന്നിൽ എത്തിയ നമ്മുടെ ടാസ്ക് പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടെ ഒരു സിറ്റിംഗ് സ്പോട്ടാണ്. നമുക്ക് അവിടെ ഇരിക്കാം. ഇതെന്തല്ല എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ട്രാവലേഴ്സ് പറയുന്നത്. ഇതാണ് അതിൻ്റെ എന്തെന്ന് വിചാരിച്ചു, പക്ഷേ എൻ്റെ ഇതല്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ട്രാവലേഴ്സ് പറയുന്നത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കാസർഗോഡ് ജില്ലയുടെ 10% കാണാം. അത് കർണാടക. രണ്ട് ഹില്ലാണുള്ളത്. ഇവിടുന്ന് ഒരു ഹില്ലുണ്ട്, അത് അപ്പുറത്തൊരു ഹില്ലുണ്ട്. അപ്പോൾ പണ്ട് ഞങ്ങൾ വന്ന ആ ഹില്ല.
ഇതാ പാറ എന്താണ് ഇവിടെ ഒന്നും കയറാൻ പറ്റില്ല. എടുക്കണ്ടല്ലേ? ഇവിടെ സംരക്ഷിത വഴിയുണ്ട് ശരിക്കും. നമ്മളിവിടെ എത്തി, ഓൾമോസ്റ്റ് കവർ ചെയ്തു. അതതിൻ്റെ എൻഡാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. കാണാനുണ്ട്, അതാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം ടോപ്പ് ഹിൽ സ്റ്റേഷൻ. ഇതാണ്. കാര്യമായിട്ടൊന്നുമില്ല ഇതിനകത്ത്, ഈ ഒരു ട്രെക്കിംഗ് അനുഭവം മാത്രം. ട്രെക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇതിലെ യാത്ര ചെയ്ത് ഇവിടെ എത്താം. ഭയങ്കര ത്രില്ലൊന്നുമില്ല. ഇത്രയും സ്ഥലങ്ങളാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. അവിടെ ടൗണ് കാണാം. താഴത്തെ സ്റ്റേഷൻസ് എല്ലാം കാണാം. ഇവിടെയൊക്കെ നമുക്ക് സ്റ്റേഷൻസ് കാണാം. താഴത്തെ ഇത് ഇങ്ങോട്ട് കർണാടക.